ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ഉജ്ജ്വല വിജയത്തിന്റെ ആഹ്ലാദത്തിൽ ആരാധകർ. സ്വന്തം രാജ്യത്ത് കളിക്കുന്നതിന് സമാനമായിരുന്നു ദുബായിൽ ഇന്ത്യക്ക് ലഭിച്ച പിന്തുണ. സ്വന്തം ടീമിന്റെ പരാജയത്തിൽ കടുത്ത ദുഃഖത്തിൽ ബംഗ്ലാദേശ് ആരാധകർ കളി പൂർത്തിയാക്കുന്നതിന് മുൻപ് സ്റ്റേഡിയം വിട്ടു. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ 6 വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം നേടിയിരിക്കുകയാണ് ഇന്ത്യ. ശുഭ്മാൻ ഗില്ലിന്റെ സെഞ്ചുറിയും മുഹമ്മദ് ഷമിയുടെ 5 വിക്കറ്റ് നേട്ടവും കാണാനായതിന്റെ സന്തോഷത്തിലാണ് ഏവരും. നമ്മൾ ഫസ്റ്റ് ഇവർ 5 വിക്കറ്റ് പോയപ്പോൾ വളരെ വൺ സൈഡ് മാച്ച് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ നന്നായി കളിച്ചു. ബംഗ്ലാദേശ് നല്ല ഫൈറ്റ് ആയിരുന്നു. അവർ അത്യാവശ്യം റണ്ണ് സ്കോർ ചെയ്തു. ഇതേപോലത്തെ ഒരു പിച്ചിൽ കുറച്ചും കൂടി റണ്ണ്, അറ്റ്ലീസ്റ്റ് ഒരു 50 മോർ റൺസ് ഉണ്ടെങ്കിൽ ഇന്ത്യ ഒന്നും കൂടി ട്രബിൾ ആയിരുന്നു. ഒരു വലിയ മത്സരത്തിന് മുമ്പുള്ള വെറും പ്രാക്ടീസ് മാത്രമാണ് ഇന്നത്തെ മത്സരം എന്നായിരുന്നു ചില കാണികളുടെ അഭിപ്രായം. It's a great start and love the match, love the energy and this is just the start. I mean the real match is on Sunday, India Pakistan, so looking forward to that. ഇന്നത്തെ മത്സരം കാണാൻ യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-കണക്കിന് ആരാധകരാണ് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ മാച്ച് കാണുന്നത്. ഇതുവരെ ഇതിന് മുന്നേ IPL പോയിട്ടുണ്ടെന്നല്ലാതെ ഒരു മാച്ച് കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് വലിയൊരു ദൂരമല്ല, കാണാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷം. അതിൽ ഇന്ത്യ ജയിക്കും കൂടെ ചെയ്തപ്പോൾ ഭയങ്കരമായ സന്തോഷമായി. ഇന്ന് ഭാരതത്തോടുള്ള വിഷമം മാറാൻ ഞായറാഴ്ച പാകിസ്ഥാന് വേണ്ടി ജയ് വിളിക്കുമെന്നാണ് ബംഗ്ലാദേശ് ആരാധകരുടെ പക്ഷം. अभी तो रुके जाना पड़ेगा. इतना काम छोड़ के हम आया, फिर अभी आपको तो मालूम है कैसे फील हो रहा है अंदर से. फिर भी इंशाल्लाह फिर अगली बार जितना भी मैच है फिर भी हम बांग्लादेश इंशाल्लाह नेक्स्ट टाइम जीतेगा. इंशाल्लाह नेक्स्ट टाइम जीतेगा. ഇന്ത്യ 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 ഇന്ത്യ. പാകിസ്ഥാനെതിരെ ഈ വിജയക്കുതിപ്പ് തുടരുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം. ഈ ഷിൻസ് ഉള്ളത് കൊണ്ട് ചാമ്പ്യൻസ് ട്രോഫി നമുക്ക് ഗംഭീരമാക്കാൻ പറ്റും. കാരണം ഇന്ത്യയുടെ മത്സരങ്ങൾ പ്രത്യേകിച്ച് നടക്കുമ്പോൾ ദുബായിൽ ഷിൻസ് ഉള്ളത് അവിടുത്തെ ആരാധകരുടെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഉപകാരപ്പെടുമെന്നതിൻ്റെ തെളിവാണ് ഈ റിപ്പോർട്ട് എന്നുകൂടി നമ്മൾ പറഞ്ഞു വെക്കണം.